ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാക്കണം ഇക്ക മട്ടനാട്ട വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ സവാള കുനെ എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഈ ചോപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് കുനെ ആക്കുന്നത്. അപ്പോൾ ഇതാക്കണം അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ജീരകം കേട്ടോ, വലിയ ജീരകം, അതും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. പട്ട, ഗ്രാമ്പ്, ഏലക്കായ, അതുപോലെ തന്നെ ജീരകം ലേശം എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ അതിലിട്ട് കൊടുത്തു. അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ സവാള കുനുകുനെ അരിഞ്ഞത് അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അതിലോട്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, ജീരകം കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ പേസ്റ്റും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾ, ഞാൻ കുറച്ച് കളറിന് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് മട്ടൻ്റെ മസാലപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ആ മട്ടൻ ഉണ്ടല്ലോ, മട്ടനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ എന്താക്കണം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ മട്ടൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇതിൻ്റെ കൂടെയും കഴിക്കാൻ, ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ മന്തി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ കേട്ടോ ഞാൻ കഴിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും സാധാ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ